മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ഡയാലിസിസ് ചികിത്സയ്ക്ക് വിധേയനാക്കും. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചു. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണോ വി.എസിന്റെ ആരോഗ്യാവസ്ഥ? എന്താണ് മെഡിക്കൽ ബോർഡ് ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത്? ആര്യ, 11 ദിവസങ്ങൾ പിന്നിടുകയാണ്. വി.എസ്. അച്യുതാനന്ദൻ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ നില മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്കിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ സൂചിപ്പിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലായത് വലിയ ആശ്വാസമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കുടുംബം ഇപ്പോൾ ആയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷ കുടുംബത്തിന് ഇപ്പോഴുമുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ മടങ്ങി വരുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബവും മകനും അടക്കമുള്ളവർ പ്രതികരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ നേരത്തെ തന്നെ 72 മണിക്കൂർ ഡയാലിസിസ് തുടർന്നിരുന്നു. ഇടയ്ക്ക് അത് പൂർത്തിയായെങ്കിലും വീണ്ടും ഡയാലിസിസ് ആരംഭിച്ചിരുന്നു. പക്ഷേ ഈ രക്തസമ്മർദ്ദം കൂടിയ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഡയാലിസിസ് നിർത്തിവെച്ചത്. ഇന്നിപ്പോൾ ഈ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാവുകയും ആൻറ്റിബയോട്ടിക്കുകളോട് വി എസ് ഇപ്പോൾ പ്രതികരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡയാലിസിസ് വീണ്ടും പുനരാരംഭിക്കാനാണ് നിലവിൽ ഇപ്പോൾ മെഡിക്കൽ വിദഗ്ധർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജിലെ 7 അംഗ സംഘം കൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നിലവിൽ വിലയിരുത്തി വരികയാണ്. എന്തായാലും ഡയാലിസിസ് വീണ്ടും പുനരാരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പുരോഗതി ആരോഗ്യനിലയിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കുടുംബവും അതുപോലെ തന്നെ മെഡിക്കൽ വിദഗ്ധരും. ആര്യ, ഓക്കെ, വി.എസിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. ഒരു പക്ഷേ ഡയാലിസിസ് വീണ്ടും തുടങ്ങാനുള്ളൊരു സാഹചര്യത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.